ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മള് പുതിയൊരു കിണറിന്റെ വർക്കിലാണ് ഇട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മള് ഇറ്റാച്ചി കൊണ്ട് കുറേണ്ട് കളച്ച് ഏകദേശം ഒരു 3.5 കോല് 4 കോലിന്റെ അടുത്ത് നമ്മൾ ഇറ്റാച്ചി കൊണ്ടാണ്ട് കളച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കിയുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യാ, മിഷേനും കാര്യങ്ങളും കൊടുത്തിട്ട് മണ്ണെടുക്കാനുള്ള പരിപാടിയാണ്. നമ്മളെ ബക്കർക്കാടെ നിയന്ത്രണത്തിലാണ് ഇട്ട മിഷനും കാര്യങ്ങളൊക്കെ ബക്കർക്കാന്റെ തന്നെയാണ്. അപ്പൊ നമ്മള് ബക്കർക്കാക്ക് കൊടുത്തിക്കാണ്. ആ കിണർ റിങ് ഇടലും മണ്ണെടുക്കലും ഒക്കെ പാടെ ഒരുമിച്ചിട്ട് കൊടുത്തിക്കാണ്. അപ്പോ മിഷനും സാധനങ്ങളൊക്കെ സീറ്റ് ചെയ്ത് അവിടെ സെറ്റ് ചെയ്ത് ഒക്കെ പിടിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് പണിയും കാര്യങ്ങളും തുടങ്ങുകയുള്ളൂ. അപ്പൊ മിഷൻ ഏതായാലും ഫുള്ളായിട്ട് ഒരുവിധം അത് സെറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ പിന്നെ വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് മിഷനിൽ കൂടെ അർബാന ഇറക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു 5-8 ബക്കറ്റ് വെള്ളം വലിക്കണ ആ ടൈം ഉണ്ടെങ്കിൽ ഒരൊറ്റ ബക്കറ്റ് അർബാനയിലാണ്ട് വലിച്ച ആ വെള്ളം വറ്റി. അപ്പൊ 4 ചങ്ങലയാണ്. ഈ മിഷനും കാര്യങ്ങളൊക്കെ എല്ലാരും കണ്ടിട്ടുണ്ടാവും. എല്ലായിടത്തും ഇപ്പൊ ഈ ഒരു സംവിധാനം വെച്ചിട്ടാണ് പിന്നെ മണ്ണെടുക്കണവും ഒക്കെ. എന്താണ് വെച്ചാല് അധികം താഴ്ചയുള്ള കിണറുകളിൽ നിന്നിട്ട് ഈ മിഷൻ ഉപയോഗിച്ച് മണ്ണെടുക്കാൻ നല്ല സുഖമാണ്. എന്താ വെച്ചാൽ അതിലിങ്ങനെ മണ്ണ് മുറിച്ചാവണ സ്ഥലത്ത് മണ്ണ് ഇങ്ങനെ കൊത്തിക്കളച്ച് പെട്ടെന്ന് ഈ വലിയ പള്ളിക്കൊട്ട എന്ന് പറഞ്ഞ ഒരു 4 കൊട്ട മണ്ണൊക്കെ അതിലണ്ട് കയറും. അത് മണ്ണ് കയറുക പറഞ്ഞാൽ അത് മിഷനായത് കൊണ്ട് വലിച്ച് മേലക്ക് വെച്ച് അർബാനയിലേക്ക് ഇട്ടിട്ട് അത് കൊണ്ടുപോയി അപ്പുറത്തേക്ക് ഇടണം. അപ്പൊ അടിയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് റിങ് ഇടാനുള്ള ഒരു പാകത്തിന് വെട്ടിച്ചെത്തി വൃത്തിയാക്കിയിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത് കൊണ്ടുപോകുന്നതും. അപ്പൊ നമ്മളെ അടിയിൽ 2 മച്ചാന്മാരുണ്ട്. അവര് മുകളില് 3 ആളും വേണം. ഇത് മണ്ണ് കുറച്ച് ഒഴിച്ചു കൊണ്ടിടാനുള്ളത് കൊണ്ട് 3 ആള് വേണം. അപ്പൊ ആ ഒരു പണിയിലാണ്. അപ്പൊ ഒരു കറുത്ത തരം മണ്ണാണ് വന്നിട്ടുള്ളത്. അപ്പൊ അലുവ മുറിക്കണ പോലെ മുറിക്കുകയാണ്. ആദ്യം കളക്കുമ്പോ ഈ പ്രദേശങ്ങളിലൊക്കെ മണ്ണ് കൈക്കോട്ടുമ്പോ ഇങ്ങനെ പിടിക്കും. അത് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അത് കൈക്കോട്ടുമ്മലിന് ഊരി വെക്കാനും കൈക്കോട്ടുമ്മൽ നിന്ന് വേറ് ഇട്ട് പോവാനും അതിവേഗം സാധിക്കും. ഇപ്പോൾ കുറച്ച് കൊയമ്പ് പോലെ കിട്ടുന്ന മണ്ണ് ഒരു കോലടിയിൽക്കും കൂടി കളച്ചു കഴിഞ്ഞാൽ ആ മണ്ണ് നല്ല സുഖസുന്ദരായിട്ട് കൊട്ടയിലേക്ക് എത്രയും പെട്ടെന്ന് കൊട്ടയിലേക്ക് വിൽക്കാനുള്ള ഒരു സംവിധാനം കൂടി അതിന് കിട്ടുന്നുണ്ട്. കാരണം പിന്നെ ആ മണ്ണ് ലൂസ് മണ്ണായി മാറുകയാണ്. ഇപ്പൊ ആ മണ്ണ് കുറച്ച് ടൈറ്റ് ആണ്. അത് കുറച്ച് കഴിഞ്ഞാൽ ലൂസായി മാറുന്ന മണ്ണാണ് ഈ പ്രദേശങ്ങളിൽ. ചില ഭാഗങ്ങളില് ചിഗണ്ണിപ്പാറയാണ്. ചിഗണ്ണിപ്പാറ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ മിഷൻ കൊടുന്ന് ഈ കൊട്ടയിൽ നിറക്കാന് ഒക്കെ ടൈം പിടിക്കും. അപ്പൊ ഇളകിയ മണ്ണും കൊത്തിയാ കിട്ടണ മണ്ണൊക്കെ ആണെങ്കിൽ മിഷൻ കൊണ്ടുവരാനാണ് ലാഭം. എല്ലാത്ത നഷ്ടല്ല. 1500 റുപ്യ വാടക ഉണ്ടെന്നാണ് പറയണത് ബക്കർക്ക. ഇതാണ് മിഷനും കാര്യങ്ങളും. അപ്പൊ പെട്ടെന്ന് മണ്ണ് കളച്ച് നിറച്ച് കൊട്ട നിറച്ച് ഫുള്ളാക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മിഷന് കുഴപ്പമില്ല. പിന്നെ ഏറ്റവും നല്ലത് ഇതിന്റെ റോപ്പാണ്. റോപ്പ് ഇങ്ങനെ താന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ കിണറ് ഒരു 4-5 കോല കൊണ്ടുപോകും. നല്ല ആഴമുള്ള കിണറ്റിലേക്കാണ് ഈ മിഷനും കാര്യങ്ങളും നല്ല ഉപകാരപ്പെടുക എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഇത് ഇങ്ങനെ നിറച്ചിതാവുമ്പോഴത്തേന് മണ്ണോടെ കൊണ്ടിട്ട് വരുമ്പോഴത്തേനും പിന്നെ അടുത്ത മണ്ണ് ഇവിടെ ആവാൻ സാധ്യത കുറവാണ്. ഇതാണ് സ്വിച്ചും കാര്യങ്ങളൊക്കെ. മിഷന്റെ ബക്കർ ബായി ആണ് നിൽക്കുന്നത്. സേട്ടുമാണ്. അപ്പൊ ഈ കളച്ചും കൊണ്ടിരിക്കണ എന്താന്ന് വെച്ചാ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, നമുക്കൊന്നും ഓർമ്മയില്ല, ഈ ഒന്ന് അടിച്ചോടെടുത്ത് മറിച്ചിക്കണ്, കൽത്തപ്പം മറിച്ചിക്കണ് നമ്മളെ ഭൂമി. അപ്പൊ അതിന്ന് കിട്ടണ എന്താന്നറിയോ? ഇത് അലുവ മുറിച്ച കഷ്ണങ്ങളല്ല.
ഉപ്പുമാവും അല്ല, ഇത് മരാണ്, മരം. ഭൂതക്കുറ്റി എന്നൊക്കെ പറയും. വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 5000-6000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഒന്നാകെ എടുത്ത് മറിച്ചിരിക്കണെന്നാണ് നമ്മൾ കേട്ട അറിവിട്ട. ഭൂമി ഒന്നാകെ എടുത്ത് മറിച്ചിട്ട് ഉള്ള ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ ഒരുപാട് മരങ്ങൾ ഭൂമിക്കടിയിൽ വന്ന് ഒന്നാകെ അടിപെട്ട് കിടക്കുന്നുണ്ട്. ആ മരത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോ ഈ കിണറിൽ നിന്ന് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ കിണറെന്നല്ല, ഈ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ കിണറുകളിലും ഇത്തരം കാര്യങ്ങളാണ് ഉണ്ടാവുക. മരക്കുറ്റികളാണ് കിട്ടുക. ഒരു കറുത്ത മണ്ണായിട്ട് മാറിയിരിക്കുകയാണ്. അതിങ്ങനെ ചീഞ്ഞ് കിടക്കാണ്. കാലങ്ങളോളം, നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള മരങ്ങളും വെള്ളത്തിന്റെ അടിയിൽ കിടന്നിട്ട് ചീഞ്ഞ് നസുപുസായി കിടക്കാണ്. ആ മരാണിത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസം വരില്ല. അതിൽ മരക്കുറ്റികളുണ്ട്, കഷ്ണങ്ങളുണ്ട്, മരപ്പീസുകളൊക്കെ ഉണ്ട്. ഇത് നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാല് ഇതിൽ മരക്കഷ്ണങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തന്നിരുന്നു, പക്ഷെ ഇപ്പൊ കാണാനില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ.